യഥാർത്ഥ മോഹം തന്നെയാണ്, താല്പര്യപൂർവ്വം തന്നെയാണ് പറയുന്നത്. അപ്പൊ അപ്പറയുന്നതിന് അള്ളാഹു തആല കൂലി കണക്കാക്കി കൊടുക്കാതെ കൂല, കാരണം അത് ശരിക്കുള്ള പറച്ചിലാണ്. നേരത്തെ പറഞ്ഞതോ, നേരത്തെ അയാള് ഒന്നും ചെയ്യാതെയാണ് ഇപ്പൊ പറയുന്നതെങ്കിൽ അത് രോഗം മാറാൻ വേണ്ടി മാത്രമാണ്. മൂന്നാമത്തെ ഒരു കാര്യം അള്ളാഹു തരുന്നത് വൽ മൗതു, മരണമാണ്. ഇപ്പൊ മരണം, രോഗം, ദാരിദ്ര്യം, ഇത് മൂന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ തലകുനിക്കൂല. മനുഷ്യൻ അവന്റെ തല വളക്കൂല, തല കുനിക്കൂല. ഇത് തന്നെയാണ് സൂറത്തുൽ മുൽക്കിലൂടെയും അല്ലാഹു പഠിപ്പിച്ചു തന്നത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളെ നന്നായൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു മരണത്തെ സംവിധാനിച്ചു തന്നു, ജീവിതത്തെയും അല്ലാഹു പടച്ചു തന്നു. അപ്പോൾ പിന്നെ ആ മരണം ശരിക്ക് നമ്മളെ ഒന്ന് പരിശോധിക്കാനുള്ളതാണ്. മരണത്തിന് ശേഷം നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു തരാനുള്ളതാണ്. രണ്ടാമത്തെ ആയത്തിന്റെ ബാക്കിയിൽ പറയുന്നു വഹുവൽ അസീസുൽ ഗഫൂർ. അതിന് അല്ലാഹു തആലക്ക് കഴിവ് കുറവൊന്നുമില്ല. അല്ലാഹു തആല ഇങ്ങനെ പരിശോധിക്കാനും ഇങ്ങനെ ക്ലിയറായി നമ്മെ ഓരോരുത്തരെയും ചിക്കി ചികഞ്ഞ് അന്വേഷിച്ച് പരിശോധിക്കാനും വഹുവൽ അസീസു, അവൻ ജയിച്ചവനാണ്, ഒരാൾക്കും അവനെ തോൽപ്പിക്കാൻ കഴിയൂല. വഹുവൽ അസീസു അൽ ഗാലിബു, അവൻ ജയിച്ചവനാണ്, ജയിച്ചടക്കുന്നവനാണ്. എത്ര പണി മോശമാക്കി ചെയ്യുന്നവനും അള്ളാഹനെ തോൽപ്പിക്കാൻ പറ്റൂല. ഇവിടെ പണിക്കാരെ വിളിച്ചിട്ട് പണിക്കാര് പണി കോലക്കേടാക്കി പോയാലും മുതലാളി തോറ്റു. നല്ലത് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും നല്ലത് ചെയ്തില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല. അസീസു, അള്ളാഹു ആരാ? നിങ്ങളൊക്കെ ചെയ്തത് മോശമാണെങ്കിലും അള്ളാഹു ജയിക്കുന്നവനാണ്. സൃഷ്ടികളെ കാണുമ്പോഴല്ല, സൃഷ്ടികളെ പണിയേൽപ്പിച്ചു, മനുഷ്യന്മാരെ പണിയേൽപ്പിച്ചു, ജിന്നുകളെ പണിയേൽപ്പിച്ചു. ആ പണി നേർക്ക് നേരെ നോക്കേണ്ടതുപോലെ നോക്കിയിട്ടില്ലെങ്കിൽ അത് മോശാവും. അതുകൊണ്ടാ മേശിരിമാരെയും മാനേജർമാരെയും വെക്കേണ്ടി വന്നത്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം വടിയും കുത്തിപ്പിടിച്ചിങ്ങനെ നോക്കി നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഒരു പണി കഴിഞ്ഞിട്ട് ആ പണി ക്ലിയർ ആവുമ്പോഴേക്ക് അടുത്ത പണി കൊടുത്തില്ലെങ്കിൽ എടുത്ത പണി തലക്കെന്ന് പൊളിക്കാൻ തുടങ്ങും. ജിന്നുകളുടെ സ്വഭാവ. അവർക്കിപ്പോ കൊടുത്ത 1 കിലോമീറ്റർ നീളത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനാണ്. ആ പണി തീരുമ്പോഴേക്ക് അടുത്ത പണി കൊടുത്തിട്ടില്ലെങ്കിൽ എടുത്ത പണി ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങും, പതുക്കെ പതുക്കെ പൊളിക്കാൻ. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കി അവിടെ നിൽക്കണം, അല്ലെങ്കിൽ നടക്കൂല. എന്നാ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ആരും നല്ലത് ചെയ്തില്ലാന്ന് കുട്ടിയോളൂ, എനിക്കൊരു കുഴപ്പം വരാനില്ല കേട്ടോ. വഹുവൽ അസീസ്, എന്നാലും ജയിക്കുന്നത് അല്ലാഹുവാണ്, അവൻ ജയിക്കുന്നവനാണ്. തെറ്റ് ഒരാൾ ചെയ്തു, എല്ലാവരും തെറ്റ് ചെയ്തു മുട്ടിക്കോളൂ, ആരും നന്മ ചെയ്തില്ല എന്ന് കുട്ടിക്കോളൂ, എനിക്കൊന്നും വരാനില്ല. അപ്പൊ നിങ്ങളെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ജയം കിട്ടാനാണ് മരണവും ജീവിതവും. നമുക്ക് നമ്മുടെ വിജയത്തിന്റെ ചിഹ്നമായിട്ടാണ് അല്ലാഹു തആല മരണം തന്നത്. നമ്മൾ ആരെയും മരിപ്പിച്ചില്ല. അല്ലാഹു തആലക്ക് എന്തെങ്കിലും കിട്ടാണ്ടോ? എന്തേ കുറയാണ്ടോ? അല്ലാഹു തആലക്കൊന്നും വരാനില്ല. ഇത് മനസ്സിലാക്കി തരാനാ വഹുവൽ അസീസുൽ ഗഫൂർ, അല്ലാഹു തആല അതിജയിക്കുന്നവനാണ്. അൽ ഗഫൂർ, ആരും പേടിച്ച് മാറിപ്പോകണ്ട. ചെയ്ത തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. നന്മ ചെയ്യാൻ ഇനിയും ചാൻസ് ഉണ്ട്. ചിലർ ചിന്തിക്കുന്നു, ഇനി ഞാനങ്ങനെ നന്മ ചെയ്യാനാണ്, കുറെ തെറ്റ് ചെയ്തു പോയല്ലോ, ഇനി അങ്ങനെ പോയിക്കോട്ടെ. അങ്ങനെ കരുതണ്ട. അല്ലാഹു തആല മാപ്പ് ചെയ്തു തരുന്നവനാണ്. ഇനിയും നല്ലത് ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നോ, പുറത്തു തരുന്നവൻ അല്ലാഹുവാണ്. എത്ര വലിയ കുറ്റവാളിക്കും അല്ലാഹു പുറത്തു തരുന്നുണ്ട്. പക്ഷേ നല്ല മനസ്ഥിതിയോടെ മുന്നോട്ട് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇനിയും അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നു. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ. മരണവും മരണത്തിന്റെ ശേഷമുള്ള ജീവിതമൊക്കെ നമ്മൾ കണ്ടല്ലോ, കാണാൻ പോകുന്നതല്ലേ. ഞാൻ ഈ കണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു, കണ്ടിട്ട് അനുഭവിക്കാൻ പറ്റുന്നത്. അല്ലദീ ഖലഖ സബഅ സമാവാത്, 7 ആകാശങ്ങൾ അവനാണ് പടച്ചു സംവിധാനിച്ചത്. തിബാഖൻ, എങ്ങനെയാണ് 7 ആകാശങ്ങളെ വെച്ചത്? തിബാഖൻ, തട്ടുതട്ടുകളായിട്ട് 7 ആകാശങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചു സംവിധാനിച്ചു. നിങ്ങൾ ഉണ്ടാക്കുന്ന തട്ടും അല്ലാഹു തആല ഉണ്ടാക്കുന്ന തട്ടും മാറ്റണ്ടോ? മാറ്റണ്ട്. മേലോട്ട് നോക്കുന്ന തട്ടിനെവിടെ തൂണ് കാണുന്നുണ്ടോ? നിങ്ങൾ തൂണില്ലാത്തൊരു തട്ടുണ്ടാക്കാൻ പറ്റുമോ? ആരെങ്കിലും രൂപകൽപ്പന ചെയ്യും തൂണില്ലാത്തൊരു തട്ട്. എവിടെ ഒരു തൂണും പാടില്ല.
അല്ലെ? പഴയ കാലത്തെ കല്യാണ പന്തലും ഇപ്പത്തെ കല്യാണ പന്തലും മാറ്റമുണ്ടല്ലോ. പഴയ കാലത്തെ കല്യാണ പന്തൽ കുറെ തൂണുണ്ടാവും. ഇപ്പത്തെ കല്യാണ പന്തലോ തൂണുകൾ കുറവായിരിക്കും. പകരം കുറെ കയറുകൾ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ആ തൂണുകളെ സ്ഥലം കൂടി കസേരയിടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തലാണ്. പക്ഷെ പള്ളി അങ്ങനെ ഉണ്ടാക്കരുത് കേട്ടോ. പള്ളിയിൽ തൂണ് വേണം. പള്ളിയിൽ തൂണ് വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പള്ളി കണ്ടിട്ടില്ലേ? മദീനത്ത് എത്ര തൂണുണ്ട് അതിൽ. മസ്ജിദുൽ ഹറാം കണ്ടിട്ടില്ലേ? എത്ര തൂണുണ്ട്. അത് നിസ്കരിക്കുന്ന ആളുകൾക്ക് സൗകര്യപ്പെടാൻ. ചില ആൾക്കാർ ഓഡിറ്റോറിയം പോലെ പള്ളി ഉണ്ടാക്കും. അത് ശരിയല്ല. ഓഡിറ്റോറിയം പോലെ പള്ളി ഉണ്ടാക്കിയാൽ ഒരു ജമാഅത്ത് കഴിഞ്ഞ് അവരെ ദിക്റുന്തൊക്കെ കഴിയുമ്പോഴേക്കിന് ബാക്കിൽ വന്ന് നിൽക്കുന്ന ആൾക്ക് നിസ്കരിക്കാൻ ഒരു മറയുണ്ടാകും. അപ്പൊ ഏതെങ്കിലും സൊഫിന്റെ നടുവിൽ നിന്ന് അവർ നിസ്കരിക്കും. അവർ ആ നിസ്കാരത്തെ കറാഹത്തിലായിട്ട് അങ്ങനെ കലാശിക്കും ചെയ്യും. അപ്പൊ അവിടെ തൂണ് വേണം. അതങ്ങനെ തന്നെ നിർമ്മിക്കേണ്ടത്. അള്ളാഹു ആകാശങ്ങളെ സംവിധാനിച്ചത് കണ്ടില്ലേ? തിബാക്കൻ, തട്ടുതട്ടുകളായിട്ടാണ്. എന്തൊരു സംവിധാനമാണ് അള്ളാഹുവിന്റെ സംവിധാനം. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. നീ നോക്കുമ്പോൾ നിനക്ക് കാണാൻ കഴിയില്ല, നിനക്ക് അറിയാൻ കഴിയില്ല റഹ്മാനായ റബ്ബിന്റെ സംവിധാനത്തിൽ, സൃഷ്ടിപ്പിൽ മിൻ തഫാവുത്, ഒരു പോരായ്മയും കാണാൻ കഴിയില്ല, ഒരു വീക്ക്നെസ്സും കാണാൻ കഴിയില്ല. ഇവിടെ എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കിയാലും അതിനൊരു കുറവുണ്ട്, അതിനൊരു പോരായ്മയുണ്ട്. അല്ലാഹു തആലാന്റെ സൃഷ്ടി സംവിധാനമായ ആകാശം നോക്കൂ. എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ? എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഏറ്റവും നല്ല വീടുണ്ടാക്കിയാൽ നമ്മളതിന് കുറവ് കാണൂലേ? കാണും. എല്ലാ വസ്തുക്കളൊത്ത വീടാണ്. ഇപ്പൊ നമ്മളോട് പറയാ, ആ വീട്ടിലേക്ക് നോക്കും, എല്ലാം മാച്ചായിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മളെ ആ മറ്റേ കണ്ണോട് നോക്കിയാൽ നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ വീടുണ്ടാക്കേണ്ടി. എന്റെ കാർപ്പുറച്ചൊക്കെ നോക്കി ഒരു മയിലും കൂട് പോലെ ഉണ്ട്. ആണോ? ഒറ്റയടിക്ക് നമ്മളതിനെ വീക്ഷിക്കണം. എന്നാ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിലേക്ക് നോക്കൂ. അള്ളാഹു മുകളിലതാ ആകാശങ്ങളെ തട്ടുതട്ടാക്കി വെച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു പോരായ്മ അതിന് കാണുന്നുണ്ടോ? ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ടോ? യോജിപ്പ് കുറവ് കാണുന്നുണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഭാഗങ്ങൾ മോശമായതായി കാണുന്നുണ്ടോ? കൊട പോലോത്ത ആകൃതിയിൽ അള്ളാഹു ഉണ്ടാക്കിയ ആകാശത്തിന്, സൃഷ്ടിച്ച ആകാശത്തിന് എന്തൊരു സൗന്ദര്യമാണ്. ഓരോന്നിന്റെ മേലെ ഓരോ തട്ടുകളായിട്ട് അള്ളാഹു വെച്ചിരിക്കുന്നു. ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അള്ളാഹു നമ്മളോട് പറയുന്നു, ഫർജിഇൽ ബസർ, നിന്റെ ദൃഷ്ടിയെ നീ മടക്കി 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 നോക്കണം ആകാശത്തിലേക്ക്. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല വിള്ളലും കാണുന്നുണ്ടോ? വല്ല പൊട്ടലും കാണുന്നുണ്ടോ? വല്ല ചീറ്റലും കാണുന്നുണ്ടോ? എത്ര ഗ്യാരണ്ടി പറയണം നിന്റെ വാർപ്പിന്, നിന്റെ ചുമരിന് എത്ര ഗ്യാരണ്ടി പറയണം? സമീപത്തും ഒരു ശബ്ദം കേട്ടാൽ തന്നെ അവിടെ തരിച്ചുകൊണ്ട് പൊട്ടിപ്പോയില്ലേ? കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കേട്ടാലും ഇവിടെ പൊട്ടിപ്പോയില്ലേ? കൊച്ചിയിൽ ഭൂചലനമുണ്ടായപ്പോൾ നമ്മുടെ ഭാഗത്ത് അതിന്റെ ചെറിയ അളവനുസരിച്ച് ചെറിയ മുടക്കം സംഭവിച്ചു. ഉദാഹരണം, എവിടെ ചുമര് പൊട്ടിയിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ വിണ്ട് കീറാൻ വേണ്ടിയുള്ള ചെറിയ രൂപങ്ങളുണ്ട്. എത്ര തേച്ചാലും എത്ര മിനുക്കിയാലും ഹൽ തറാ മിൻ ഫുതൂർ, ആകാശ ലോകത്തെ സംവിധാനം നോക്കൂ, എവിടെയും വിള്ളലുണ്ടോ? അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ തെളിവാണ് ആകാശം. അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടാൻ പറ്റുന്ന തെളിവാണ് ആകാശം. ആ ആകാശത്തിന്റെ ഖുദ്റത്ത്, ആകാശത്തിലൂടെ അള്ളാഹു ഖുദ്റത്തിന്റെ മേൽ തെളിയിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോ ഒരു തൂണും ഒരു കയറും ഇല്ലാതെ ഭദ്രമാക്കി വെച്ചിരിക്കുന്നു. ഒന്ന് അതാണ്. രണ്ടാമത്തത്, ഓരോ ആകാശത്തിനും പ്രത്യേക അളവുണ്ട്. ആ പ്രത്യേക അളവിൽ തന്നെ കൂടുതലുള്ളതും ചുരുക്കമുള്ളതും ഉണ്ട്. പക്ഷേ കറക്റ്റായ അളവിൽ അത് നിലനിൽക്കുന്നു. കറക്റ്റായ അളവുണ്ട് അതിന്. ഓരോ ആകാശങ്ങൾക്കും നിശ്ചിത അളവുണ്ട്. മൂന്നാമത്തെ തെളിവ്, ഓരോ ആകാശത്തിനും ചലനമുണ്ട്, വേഗതയുണ്ട്, വേഗത കുറവുണ്ട്. നിശ്ചിതമായ ഭാഗങ്ങളിലേക്ക് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലിക്കുന്നുണ്ട് നമുക്കെല്ലാം തരാറുണ്ടോ? അത് ചലിക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ രൂപപ്പെടുന്നുണ്ട്, അത് വേറെ വിഷയം.
ആകാശത്തിന്റെ ചലനത്തിനനുസരിച്ച് മാറ്റങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അത് ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ആകാശത്തിന്റെ ചലനമുണ്ടോ? ഉണ്ട്. ആകാശത്തിലുള്ള ഗാലക്സികൾക്ക് ചലനമുണ്ട്. പ്രത്യേകതരം നക്ഷത്രങ്ങൾക്ക് ചലനമുണ്ട്. എങ്ങനെയാണ് ആ ചലനം? കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. ചലനം മനസ്സിലാക്കാൻ പുറത്തേക്കൊന്നും പോകണ്ട, ഖുർആന്റെ ശാസ്ത്രീയ വശം തന്നെ പഠിച്ചാൽ മതി. കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. നീന്തുന്ന വേഗത, ഏറ്റവും വലിയ നീന്തൽക്കാരന്റെ വേഗത എത്ര? സ്വർണ്ണമടൽ കഴുത്തിലിടുന്ന ആളെ അത്ര, അതിനേക്കാൾ അപ്പുറം കൂട്ടിക്കോട്ടും നീന്തിക്കൊണ്ടിരിക്കും. എങ്ങനെ നീന്തുന്നത്? നേർക്ക് നേരെ അല്ല, വളഞ്ഞിട്ടാണ് വൃത്താകൃതിയിലാണ്. എന്താ തെളിവ്? കുല്ലും ഫീ ഫലക്കിൻ. കുല്ലും ഫീ ഫലക്കിൻ എന്നുള്ളതിനും തിരിച്ചു വായിച്ചു, ആ ആയത്തും തിരിച്ച് കുല്ലും ഫീ ഫലക്കിൻ തന്നെ കിട്ടുക അല്ലെ? കുല്ലും ഫീ ഫലക്കിൻ എന്നതിനെ തിരിച്ചു വായിച്ചാലും എങ്ങനെ കിട്ടും? കുല്ലും ഫീ ഫലക്കിൻ കിട്ടും. അത് മനസ്സിലാക്കില്ല. കുല്ലും ഫീ ഫലക്കിൻ എങ്ങനെ എഴുതിയിട്ട് ഈ ഇങ്ങോട്ട് എഴുതിയത് നേരെ തിരിച്ചങ്ങോട്ട് വായിച്ചു നോക്കുമ്പോഴും കുല്ലും ഫീ ഫലക്കിൻ കിട്ടും. അപ്പൊ എന്ത് മനസ്സിലായി? വൃത്താകൃതിയിലാണ് അതിന്റെ സഞ്ചാരം. കണ്ടോ നിങ്ങൾ, ഖുർആൻ പണ്ഡിതന്മാർ തെളിവെടുക്കുന്ന ചെറിയ തെളിവൊന്നുമല്ല. അപ്പൊ അത് സഞ്ചരിക്കുന്നുണ്ട്. നിശ്ചിതമായ അളവിൽ അല്ലാഹു അതിനെ നിർത്തിയതോടുകൂടെ ഒരു പ്രത്യേക ഭാഗത്തിലേക്ക് അതിന്റെ സഞ്ചാരം നടക്കുന്നുണ്ട്. നാലാമത്തെ തെളിവ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പുതുതാക്കി വെച്ചതാണ്. പിന്നീട് ഉണ്ടാക്കിയതാണല്ലോ ആകാശവും ഭൂമിയൊക്കെ. പിന്നീട് ഉണ്ടാക്കിയതാകലോടുകൂടെയും അള്ളാഹുവിന്റെ കഴിവിന്റെ മേൽ ശരിക്ക് അറിയിക്കാൻ ആകാശം അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നു. മാറ്റങ്ങളില്ല. ഒരേ അർത്ഥത്തിൽ നിലനിർത്തിയത് കാണുമ്പോ നമുക്ക് തോന്നും ഇത് ഖദീമാണ്. ഖദീമല്ല. അത് പണ്ടേ ഉള്ളതാണോ? അല്ല, പുതുതായതാണ്, പിന്നീട് ഉണ്ടാക്കിയതാണ്. ആകാശത്തെ അല്ലാഹു തആല പിന്നീട് സംവിധാനിച്ചതാണ്. ഭൂമിയെയും പിന്നീട് സംവിധാനിച്ചതാണ്. നേരത്തെ ആകാശമില്ല, ഭൂമിയില്ല, ഈ പറയുന്ന ചരാചരങ്ങളൊന്നുമില്ല. അപ്പൊ അത് ഖദീമല്ല, ഹാദിസാണ്, പിന്നീട് ഉണ്ടായതാണ്. പിന്നീട് ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ താമായ പൂർണ്ണമായ ഖുദ്റത്തിനെ അറിയിക്കാൻ ഒരു അവലംബവും മാറ്റിവെക്കാതെ അള്ളാഹു തആല ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആലയുടെ അറിവിന്റെ തെളിവ് പഠിപ്പിച്ചിരുന്നു. ഇത് അള്ളാഹു തആലയുടെ ഖുദ്റത്തിന്റെ തെളിവാണ്. ആകാശത്തിന്റെ നിലനിൽപ്പ്, അതിന്റെ സൗന്ദര്യം, അതിന്റെ രൂപീകരണം, അതിന്റെ യോജിപ്പ്. കമ്പനിന്റെ മാനേജറെ പറയാം, അയാളുണ്ടാക്കിയതാ, പിന്നെ നോക്കണ്ട. ഈ ബിൽഡിംഗ് ആരുണ്ടാക്കിയതാ? മറ്റേ ഓപ്പുണ്ടാക്കിയതാ, അവരുണ്ടാക്കിയതാ. ആകാശാരുണ്ടാക്കിയതാ? റഹ്മാനാറത്തിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഒരു വീഴ്ച കണ്ടെത്താൻ കഴിയില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ആ സംവിധാനിച്ചത് ശരിയായിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലെങ്കിലും ഒന്നും നടക്കുന്നില്ല. ചോദിക്കുന്നു, കണ്ണ് തുറന്നു നോക്കൂ, കണ്ണ് തുറന്നു നോക്കൂ. നിന്റെ വീട്ടിൽ നീ തുറന്നു നോക്കണം. ഒരു വിള്ളലും കാണുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം അല്ലാഹുവിന്റെ ഇൽമ് അത്രയും പൂർണ്ണമാണ്. നോക്കിയാൽ ഒന്നും കണ്ടെത്താത്ത തരത്തിൽ സൃഷ്ടികർമ്മം നടത്തി അല്ലാഹു സംവിധാനിച്ചു തന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ അറിവിനേക്കാണ് സൂചിപ്പിക്കുന്നത്. ആ അറിവ് പൂർണ്ണമാണ്. അത് കുറവുള്ളതല്ല, ഒരിക്കലും ചുരുങ്ങിയതല്ല. വെറുതെ അതിനെ സംവിധാനിച്ചത് ആകാശലോകത്ത് വെറുതെ സംവിധാനിച്ചതാണോ? അല്ല. ആ സംവിധാനിച്ചതിന്റെ പിന്നിലും അല്ലാഹുവിന് തത്വങ്ങളുണ്ട്. ഒരുപാട് തത്വങ്ങളുണ്ട്, ചെറുതൊന്നുമല്ല. അതുകൊണ്ട് നിനക്ക് ആകാശത്തിന്റെ പോരായ്മ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പായത് കൊണ്ടാണ്, അവന്റെ അപാരമായ കഴിവിന്റെ അടയാളം കൊണ്ടാണെങ്കിൽ നീ ഒന്നുകൂടി ചിന്തിക്കണം. കണ്ണുകൊണ്ട് നീ നോക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇനി കണ്ണോട് മാത്രം നോക്കിയാൽ പോലെ, പിന്നെ കണ്ണോട് നോക്കി
നീണ്ട് കൽവോട് ചിന്തിക്കണം. അതാണ് നിന്റെ ദൃഷ്ടിയെ നീ മടക്കണം. കറത്തെ ആവർത്തിച്ച് നീ മടക്കണം. എങ്ങനെ ആവർത്തിച്ച് മടക്കണം?